നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏറ്റവും പേടിക്കുന്ന ചില അസുഖങ്ങളാണ് ക്യാൻസർ, അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ. പക്ഷെ ഇതിനൊക്കെ അറിയാതെ നമ്മളെ കൂടെ കൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കൊലയാളി ഒളിഞ്ഞിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ. നമ്മുടെ ശരീരത്തിന്റെ 70% വെള്ളമാണ്. നമ്മുടെ സാധാരണക്കാര് അതറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിത തിരക്കുകളിൽ പെട്ടിട്ടോ പലപ്പോഴും അവർക്കത് ശ്രദ്ധിക്കാൻ പറ്റാത്തത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഇപ്പൊ നമ്മളൊരു നാട്ടിൽ നിന്ന് വെള്ളത്തിന്റെ സാധനമാണ്. തീർച്ചയായിട്ടും ഈ മഴക്കാലത്താണെങ്കിലും കളറൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. ഇതൊക്കെ ഒരു 3 മണിക്കൂറൊക്കെ ഇത് സെറ്റിൽ ചെയ്ത് നമ്മളൊരു ഭാഗത്ത് വെച്ചാൽ അതിൽ സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ. പലപ്പോഴും ഇങ്ങനെയുള്ള ധാരാളം വെള്ളം നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം എന്ത് ചെയ്യുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു ചെറിയ രീതിയിൽ നമ്മുടെ ശരീരം രോഗത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ രോഗമുള്ള ആൾക്കാർക്ക് നിലവിലുള്ള അസുഖങ്ങളെ കുറക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അങ്ങനെ പതിയെ രോഗം അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളം രോഗികളുടെ ഒരു ആസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറ്റം വരേണ്ടതില്ല. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളൊരു കോമൺ സാമ്പിളാണ്. അതിൽ ഫസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്താണ് വെള്ളത്തിന്റെ ടർമറിക്, വെള്ളത്തിന്റെ കലക്ക്, ഒരു ടേസ്റ്റ്, കളർ, ഓർഡർ, അതുപോലെ തന്നെ pH ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ആൽക്കലിനിറ്റി, ആസിഡിറ്റി, അതുപോലെ ടോട്ടൽ ഹാർഡ്നസ്, കാൽഷ്യം ഹാർഡ്നസ്, മെഗ്നീഷ്യം ഹാർഡ്നസ്, കാൽഷ്യത്തിന്റെ മെഗ്നീഷ്യത്തിന്റെ അളവ്, അതുപോലെ തന്നെ ക്ലോറൈഡ്, സൾഫേറ്റ്, നൈട്രേറ്റ്, കണ്ടാമിനേഷൻ എന്തുമാത്രമുണ്ട്. വാട്ടർ മൈക്രോബയോളജിയോട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 3 ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ കോളിഫോംസ്, ഫീക്കൽ കോളിഫോംസ്, പിന്നെ അതിന്റെ കൺഫർമേറ്ററി ആയിട്ടുള്ള ഈക്വളൈ ടെസ്റ്റുകൾ. ഈക്വളൈ ഉണ്ടോ ഇല്ലേ എന്നുള്ള അനാലിസിസ് എടുക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ വെള്ളത്തിലോട്ട് കണ്ടാമിനേഷൻ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അതോടുകൂടെ തന്നെ അതിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിറ്റിക്, പിന്നെ അതിന്റെ എസ്റ്റിമേഷൻ, മോർഫോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകൾക്കൊക്കെ നമുക്ക് മറ്റുള്ള 30ഓളം ടെസ്റ്റുകൾ മൈക്രോബയോളജി ഫീൽഡിൽ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ഒരു 18-20 ടെസ്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് വളരെ കുറച്ച് സമയം, 5 മുതൽ 6 ദിവസം വരെയാണ് സമയം എടുക്കുന്നുള്ളൂ. വെള്ളത്തിൽ നിങ്ങൾ കുടിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, ഇല്ലേ, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്താണ് അതിന്റെ സോഴ്സസ്, എന്താണ് അതിന്റെ പോസിറ്റീവ് പാർട്ട്, എന്താണ് അതിന്റെ നെഗറ്റീവ് പാർട്ട്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ എങ്ങനെ അതിനെ പരിഹരിക്കാം, അതിനെ ആ വെള്ളത്തിനെ എങ്ങനെ ശുദ്ധീകരിക്കാം, ഇതെല്ലാം എന്ത് ചെയ്യാം നമ്മൾ ഇവിടുന്ന് കൺസൾട്ടേഷൻ. ബെറ്റ് ലാബ് മലപ്പുറം, പ്യൂരിഫയർ ലൈഫ്.